ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എനി മെസ്സേജ്? വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു. 2:30 ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകും. അതിനു മുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണമെന്ന്. ഇവിടെ നോ പാർക്കിംഗ് ആണ്. വണ്ടിക്ക് എന്തോ തകരാറ്. ഞാനൊരു മെക്കാനിക്കിനെ കൂട്ടി വന്നേക്കാം. ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിട്ടെ. ആരുടെ വണ്ടി? സാഗർ സാറിന്റെ. സാഗർ സാറോ? നമ്മുടെ CM-ന്റെ മകന്റെ ഫ്രണ്ടാ. അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാൻ വന്നു. വണ്ടി റിപ്പയർ ആണ് സാർ. മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക. കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ? തള്ളി മാറ്റോ? ലോക്ക്ഡ് ആണ് സാർ. എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥനാ. ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ. അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്. പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാറ് ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. കേറാ വണ്ടിയില്. ഞാൻ കേറിക്കൊള്ളാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോധർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്തിരിക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ. സാഗർ വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാ ISP. സന്തോഷിന്റെ അനിയനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ, അയാൾ പറഞ്ഞതാ. എന്തേ കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ. നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട. ആള് തന്നെ കവച്ചു വയ്ക്കും. ശരകുട്ടി, ശരകുട്ടി, അവനെ കൊല്ലരുത്. സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ ശരകുട്ടി, പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി.
1500 രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാളിറങ്ങിപ്പോയോ? നിനക്ക് പെട്ടെന്ന് ASP യോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശൈരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും ആകെ ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. ഇതാ നോക്ക്, അഴിഞ്ഞതാ. കണ്ടില്ലേ, വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി, നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിക്കുപോ. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവരെ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം? വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്നതല്ലേ നല്ലത്? മേലിലെങ്കിലും പഠിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തേട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ ഹലോ